പായലും അനുഷ്കയും സഹോദരികളായിരുന്നു. അവരുടെ ജനനം ഒരു പാവപ്പെട്ട വീട്ടിലായിരുന്നു. പായൽ ഇരുണ്ട നിറമുള്ളതായിരുന്നു. അനുഷ്ക നല്ല വെളുത്ത് സുന്ദരിയായിരുന്നു. രണ്ട് സഹോദരികളും വലുതായി. അനുഷ്ക മോഡേണും സ്മാർട്ടും ആയിരുന്നു. അതുകൊണ്ട് പണക്കാരന്റെ വീട്ടിൽ നിന്നും അവൾക്കൊരാലോചന വന്നു. പായലിനെ ആണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിൽ കല്യാണം കഴിപ്പിച്ചു. പായൽ മനസ്സിൽ ഒരുപാട് പനക്കോട്ടകൾ കിട്ടിയിട്ടാണ് അവിടെ വന്നത്. ഇഷ്ടിക കൊണ്ടുള്ള ഒരു വീടായിരുന്നു ഇപ്പൊ അവളുടെ വീട്. ഇത് കണ്ടവളുടെ കണ്ണു നിറഞ്ഞു. ഇതാണ് അവളുടെ വിധിയെന്ന് ആലോചിച്ച് അവൾ ആ ജീവിതം സ്വീകരിച്ചു. അവിടെ അനുഷ്ക വലിയ പണക്കാരന്റെ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു. ഒരു ദിവസം പായൽ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങാൻ പോയപ്പോ ആ വഴി കാറിൽ പോയ അനുഷ്ക പായലിനെ കാണുകയായി. ഇറങ്ങി അവളോട് വന്ന് പറഞ്ഞു, ഈ ചേച്ചി ഇതെവിടെ പോവാ? പച്ചക്കറി വാങ്ങാൻ വന്നതാ. അത് പോട്ടെ, നിനക്ക് സുഖമല്ലേ? എന്താ ഇവിടെ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. രാധാകൃഷ്ണന്റെ അടുത്തുള്ള അമ്പലമില്ലേ, പിന്നെ ആ വീടങ്ങ് വാങ്ങി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റായി. ഞങ്ങള് സിനിമ കാണാൻ പോവായിരുന്നു. അപ്പോഴാ ഞാൻ കണ്ടത്. അപ്പൊ സംസാരിക്കാമെന്ന് കരുതി. ഈ ഞങ്ങളെപ്പോലെ പണക്കാരായിട്ടുള്ളവർക്ക് പച്ചക്കറി വാങ്ങാൻ സമയം എവിടെയാ? അതൊക്കെ വേലക്കാരി പോയി വാങ്ങിക്കോളൂന്നേ. നല്ല സുഖമായിട്ട് ജീവിക്കുന്നു. എന്നാ ശരി, ഞാൻ ലേറ്റ് ആവുന്നു. എവിടെയാ താമസിക്കുന്നത്? ത്രിലോക്പുരി ഗാവ്, അവിടെ തന്നെ എന്റെ വീട്. അങ്ങനെയാണോ? കുഴപ്പമൊന്നുമില്ല. സമയമുള്ളപ്പോ വന്ന് സംസാരിക്കാവേ. ഇപ്പൊ ഞാൻ പോട്ടെ. ബൈ, ടാറ്റാ. ഇത് പറഞ്ഞ അനുഷ്ക അവിടെ നിന്ന് പോയി. അങ്ങനെ സമയം പോയി. ഒരു ദിവസം പായൽ ഉമേഷിനോട് പറഞ്ഞു, അത് പിന്നെ ചേട്ടാ, ഇവിടെ പ്ലാസ്റ്റർ ചെയ്യിപ്പിക്കാൻ വീട്. കൊതുകള് വരുന്നു ഇതിന്റെ ഇടയ്ക്കൂടെ, അതാ. നീ കുറച്ചു ദിവസം കൂടി ക്ഷമിക്കേ. ഞാൻ ഓട്ടോ ഓടിച്ചിട്ട് അതിന്റെ കൂടെ പഠിക്കുകയും ചെയ്തോളാം. അങ്ങനെ പെട്ടെന്ന് തന്നെ എനിക്ക് നല്ലൊരു ജോലി കിട്ടും. അങ്ങനെ സമയം പോയി. ഒരു ദിവസം അനുഷ്ക പായലിന്റെ വീട്ടിൽ വന്നു. ഷോർട്ട് ഡ്രസ്, കൂളിംഗ് ഗ്ലാസ്, ഹൈ ഹീൽസ്, കയ്യിലൊരുപാട് സമ്മാനങ്ങളുമായിട്ട് കാറിൽ വന്നിറങ്ങി. നാട്ടുകാരെല്ലാരും അവളെ തന്നെ നോക്കാൻ തുടങ്ങി. പായലിന് പോലും അവളെ മനസ്സിലായില്ല കണ്ടിട്ട്. അയ്യോ, അനുഷ്ക നീയോ? എന്റെ പൊന്നേ, നിന്റെ സ്റ്റൈലങ്ങ് മാറിയല്ലോ. എന്ത് പറയാനാ ചേച്ചി, പണക്കാരുടെ ജീവിതമൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? ഇതെന്താ ഇവിടെ തന്നെ വെച്ച് സംസാരം തുടങ്ങിയോ? അകത്തേക്ക് എന്നെ കേറ്റുന്നില്ലേ? ഞാനും ചേച്ചിയുടെ വീടൊക്കെ കാണട്ടെ. അനുഷ്ക അവളുടെ വീട്ടിന്റെ അകത്ത് കയറിയപ്പോ 4 ചുറ്റിനും ഇഷ്ടികയുടെയുള്ള മതിലുകൾ ശ്രദ്ധിച്ചു. എന്നിട്ട് പായലിന് കയ്യിലിരിക്കുന്ന സമ്മാനങ്ങളും മധുര പലഹാരങ്ങളും കൊടുക്കും. കുറച്ചേരം കഴിയുമ്പോ പായൽ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ശ്വാസം മുട്ടി വരും. ചേച്ചി, വെള്ളം എടുക്കാൻ എവിടെയാ പോയത്? ശ്വാസം മുട്ടിയിരിക്കുന്നല്ലോ. വഴിയുടെ അപ്പുറത്ത് സർക്കാരിന്റെ ഒരു പൈപ്പില്ലേ, അവിടെന്നാ കൊണ്ടുവന്നേ. സർക്കാരിന്റെ പൈപ്പ് വെള്ളോ? അയ്യോ, എനിക്ക് വേണ്ട. എന്റെ വയറ് കേടായി പോവുന്നേ. ഇവിടെ എന്താ വല്ലാത്തൊരു നാറ്റം വരുന്നത്? അത് ഞാനിവിടെ ഭിത്തിയിലെല്ലാം കൊതുക് കയറാതിരിക്കാൻ ചാണകം പുരട്ടി വെച്ചേക്കുവാ. അയ്യേ, ചാണകോ? എന്റെ വീട്ടിലെല്ലാം ഗ്രാനൈറ്റ് ആണ്. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, പോട്ടെ. ശരി. അനുഷ്ക, ആദ്യമായിട്ടല്ലേ എന്റെ വീട്ടിൽ വന്നത്. ഒരു ചായ കുടിച്ചിട്ട് പോ. ചായയോ? അതും ഈ ചാണകം പുരട്ടിയ വീട്ടിലോ? വേണ്ടേ എന്റെ ചേച്ചി, അതൊന്നും വേണ്ട. ഞാൻ ചായ കുടിക്കുന്നത് നിർത്തി. ഞാനിപ്പോ കുങ്കുമപ്പൂ ഇട്ട പാലേ കുടിക്കാറുള്ളൂ. പിന്നെ ഞായറാഴ്ച ഞങ്ങളുടെ അവിടെ ഒരു പാർട്ടി ഉണ്ട്. അതിന് ഇൻവിറ്റേഷൻ തരാൻ വന്നതാ. വരണം, ഓക്കേ? അങ്ങനെയാവുമ്പോ എന്റെ വീടും കാണാലോ. ഇത് പറഞ്ഞ് അനുഷ്ക അവിടെ നിന്ന് പോകും. അനുഷ്ക പോയതിനു ശേഷം അവൾ ആ പെട്ടി തുറന്നു നോക്കുമ്പോ ഒരുപാട് മധുരപലഹാരങ്ങൾ. ഇപ്പൊ അവൾക്ക് ടെൻഷനായി. ഇനി അവൾ അനുഷ്കയുടെ വീട്ടിൽ പോകുമ്പോ എന്ത് കൊടുക്കുമെന്ന്. വൈകുന്നേരം ഉമേഷ് വന്നപ്പോ പറഞ്ഞു, പായൽ, പാവപ്പെട്ടവന്റെയും പണക്കാരന്റെയും ലൈഫ് സ്റ്റൈൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അവര് പണക്കാരാണ്, നമ്മള് പാവങ്ങള്. നമുക്കൊരിക്കലും അവരെ പോലെ ആവാൻ കഴിയില്ല. അങ്ങനെ ദിവസങ്ങൾ പോയി. അവൾക്ക് ആകെ വിഷമായി. അനുഷ്കയുടെ വീട്ടിൽ പോകുമ്പോ എന്ത് കൊണ്ടുപോകുമെന്ന്. അപ്പോഴാ അവൾ ഓർത്തത് അനുഷ്കയ്ക്ക് അവളുടെ കൈകൊണ്ടുള്ള ഗോതമ്പ് ലഡു ഇഷ്ടമാണെന്ന്. അവൾ പെട്ടെന്ന് ഗോതമ്പിന്റെ ലഡു അങ്ങുണ്ടാക്കും. എന്നിട്ട് അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ അവളുടെ വീട്ടിൽ പോകും. അവള് ചെന്ന് നോക്കുമ്പോ അനുഷ്ക അവളുടെ വലിയ വീട്ടിൽ അടിപൊളി സോഫയിൽ അവിടെ ഇരിക്കുന്നതായിട്ട്. അവളുടെ രീതിയൊക്കെ കണ്ടപ്പോ പായൽ അങ്ങ് ഞെട്ടി. പായൽ അനുഷ്കനെ വിളിച്ചു. അനുഷ്ക പായലിനെ കണ്ടതും ദേഷ്യപ്പെട്ടു. ഓഹോ ചേച്ചി, എനിക്കറിയാം ചേച്ചി പാവപ്പെട്ട വീട്ടിലെ ആണെന്ന്. പക്ഷെ അറിയാലോ, ഒരു പണക്കാരന്റെ വീട്ടിൽ വരുമ്പോ ഇങ്ങനെയൊന്നും അല്ല വരണ്ടേന്ന്. ഒരു പുതിയ ഡ്രസ്സെങ്കിലും വാങ്ങിച്ചൂടായിരുന്നോ? ഇതിനേക്കാളും നല്ലതേ കാണാൻ ഞങ്ങളുടെ വേലക്കാരിയാ. അങ്ങനെ അനുഷ്കയുടെ ഭർത്താവിന്റെ വീട്ടുകാരവിടെ വരും. അനുഷ്ക, ഞാൻ നിനക്കിഷ്ടമുള്ള ഗോതമ്പിന്റെ ലഡു എന്റെ കൈകൊണ്ടുണ്ടാക്കിക്കൊണ്ട് വന്നതാ. അതെ, അതൊക്കെ പഴയ കാര്യം. ഇപ്പൊ ഞാൻ വലിയ വീട്ടിലെയാ. ഒന്ന് പോയിക്കേ ഇവിടുന്ന്. ഇനി ഇവിടെ വരുമ്പോ നല്ല ഉടുപ്പിട്ടിട്ടേ വരാൻ പാടുള്ളൂ, കേട്ടോ? മോളെ, എന്തിനാണ് ഇതുപോലത്തെ ആൾക്കാരെയൊക്കെ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്?
അനുഷ്ക, നീ എന്തിനാ ഇത്രയും അധികം ദേഷ്യപ്പെടുന്നത്? വേലക്കാരനോട് ലഡു കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുന്നു. അപമാനം സഹിക്കാൻ പറ്റാതെ അവൾ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ 3 വർഷത്തിനു ശേഷം 2 സഹോദരികളുടെ ഡെലിവറി ആവാറായി. ഉമേഷ് ഭാര്യ പായലിനെ ഒരു സർക്കാർ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകും. എന്നാൽ അപ്പുറത്ത് അനുഷ്കേനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് വിനയ് കൊണ്ടുവന്നത്. പക്ഷെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ നല്ല ദൂരായതുകൊണ്ട് അവർക്ക് അവിടെ പോകാൻ സാധിച്ചില്ല. പകരത്തിന് വിനയ് സർക്കാർ ആശുപത്രിയിൽ തന്നെ അവളെ കൊണ്ടുപോകും. കുറച്ചു കഴിഞ്ഞ് പായലിനോട് ഡോക്ടർ പറയും, നിനക്ക് ഇരട്ടക്കുട്ടികളാ പിറന്നിരിക്കുന്നത്, സന്തോഷിക്കേ. ഇത് കേട്ട് അവർക്ക് രണ്ടുപേർക്കും സന്തോഷമാകും. എന്നാൽ അപ്പുറത്തെ മുറിയിൽ നിന്നും അവരൊരു കരച്ചിൽ ശബ്ദം കേൾക്കും. പായൽ കട്ടൻ മാറ്റി നോക്കുമ്പോ അനുഷ്ക അപ്പുറത്ത് ബോധം കെട്ടിക്കിടക്കുകയായിരുന്നു. വിനയ് അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മ, അനുഷ്കയ്ക്ക് ബോധം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവൾ അന്വേഷിച്ചാൽ ഞാൻ എന്താ അവളോട് പറയുക? നിനക്ക് പിറന്ന കുഞ്ഞുങ്ങൾ മരിച്ചുപോയി, നിനക്ക് അമ്മയാവാൻ കഴിയില്ലെന്നാണോ പറയേണ്ടത്? മോനെ, ഇതറിഞ്ഞ അവള് പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരില്ല. ചിലപ്പോ കോമയിലോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഡോക്ടർ അതുകൊണ്ട് ഒന്നും പറയണ്ടെന്നാ പറഞ്ഞേക്കുന്നത് അവളോട്. ഇല്ലമ്മേ, ഞാൻ അനുഷ്കയോട് ഒരിക്കലും കള്ളം പറയില്ല. ഇവരുടെ കാര്യം കേട്ട് പായലും ഉമേഷും അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് നോക്കി. എന്നിട്ടൊരു തീരുമാനം എടുത്തു. പായൽ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് നേരെ വിനയന്റെ അടുത്ത് ചെന്ന് പോയി പറഞ്ഞു, എനിക്കെന്റെ അനിയത്തിനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല. ഞങ്ങൾ രണ്ടുപേരും നിങ്ങൾ പറഞ്ഞത് കേട്ടു. എനിക്ക് 2 ഇരട്ട ആൺകുട്ടികളാണ് ജനിച്ചത്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ നിങ്ങളെടുത്തു. ആ അനുഷ്കയോട് ഇത് അവളുടെ കുഞ്ഞു തന്നെയാന്ന് പറയണേ. ദാരിദ്ര്യമുണ്ട് എനിക്ക്, പക്ഷെ മനസ്സിനത്ര ദാരിദ്ര്യമൊന്നുമില്ല. മകനെ പഠിപ്പിച്ച് വലുതാക്കുമ്പോൾ പണക്കാരൻ പാവപ്പെട്ടവനെന്നുള്ള ഭേദഭാവം പഠിപ്പിക്കരുത്. അവനും അറിയണം പാവപ്പെട്ടവരുടെ വേദന. അനുഷ്കയ്ക്ക് ബോധം വന്നിരുന്നു. അവൾ എല്ലാവരും പറഞ്ഞത് കേട്ടിരുന്നു. അവൾ കൈകൂപ്പി പായലിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ ചേച്ചി, ഞാൻ ചേച്ചിയോട് എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്. അതുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് ഇത്രയും വലിയ ശിക്ഷ തന്നത്. കുഞ്ഞിനെ മാത്രമല്ല, ഇനി എനിക്ക് ഒരിക്കലും അമ്മയാവാൻ പോലും പറ്റില്ല. ചേച്ചിയുടെ മോനെ ഞാൻ എന്റെ മകനായിട്ട് തന്നെ വളർത്തും. അതോടെ എന്റെ എല്ലാ പാപങ്ങളും പോകും. എന്റെ അല്ല മോളെ, നിന്റെ. ഇന്ന് തൊട്ട് ഇത് നിന്റെയാ. 2 സഹോദരികളും കെട്ടിപ്പിടിച്ചങ്ങ് കരയും. അമ്മയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നൊന്നുമില്ല. പച്ചമരുന്നുകൾ വാങ്ങിക്കോളൂ, മുടി വളരാനുള്ള പച്ചമരുന്നുകൾ വാങ്ങിക്കൂ, വെറും 5 രൂപയേ ഉള്ളൂ. മുടി വളർത്താനുള്ള സസ്യങ്ങളോ? അതും 5 രൂപയ്ക്ക്? ഒന്ന് നോക്കാം. സുധയ്ക്ക് മുടി വളർത്തണം. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും. അവൾ വയസ്സനിൽ നിന്നും ആ സസ്യങ്ങൾ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, ഈ ഔഷധ സസ്യം നന്നായി പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എണ്ണ പുറത്തു വരും. ആ എണ്ണ ഉറങ്ങുന്നതിന് മുൻപായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. സസ്യങ്ങൾ വാങ്ങി സുധ അകത്തോട്ട് പോയി. സുധ അപ്പ് ആ സസ്യങ്ങൾ അരച്ച് അതിൽ നിന്നും എണ്ണയെടുത്ത് തലയിൽ പുരട്ടി കിടന്നുറങ്ങി. അടുത്ത ദിവസം രാവിലെ എണീറ്റ് മുടി നോക്കിയപ്പോഴേക്കും ഒരൊറ്റ മുടി പോലും തലയിലുണ്ടായിരുന്നില്ല. സുധയ്ക്കത് വിശ്വസിക്കാനായില്ല. പെണ്ണിന് മുടിയില്ലെങ്കിൽ സൗന്ദര്യമില്ല എന്ന് ചൊല്ല്. സുധയ്ക്ക് ചെറുപ്പം തൊട്ടേ മുടി കുറവായിരുന്നു. മുടിയൊട്ട് വളരില്ലായിരുന്നു. സുധയ്ക്ക് നിറം കുറവായിരുന്നു. അന്നാ അനിയത്തി രാധയ്ക്ക് നല്ല കട്ടിയുള്ള മുടിയായിരുന്നു, നിറവുമുണ്ടായിരുന്നു. അതുകൊണ്ട് രാധ ചെറുപ്പത്തിൽ എപ്പോഴും സുധയെ കളിയാക്കുമായിരുന്നു. നീ എന്റെ ചേച്ചിയൊന്നുമല്ല, അച്ഛനും അമ്മയും നിന്നെ ദത്തെടുത്തതാ വഴിയിൽ നിന്നും. അതുകൊണ്ടല്ലേ നിറമില്ലാത്തത് നിനക്ക്. ഇത് കേട്ട് സുധ എപ്പോഴും കരയും. അച്ഛമ്മ, ഇത് കണ്ടില്ലേ, രാധ എന്നെ കളിയാക്കുന്നു. അമ്മ, അച്ഛ നോക്ക്. രാധയും സുധയുടെ അമ്മ ശമിത പറയും, എന്തിനാ നീ കരയുന്നേ? രാധ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. നിനക്ക് നിറം ഇച്ചിരി കുറവാ, മുടിയുമില്ല. എനിക്ക് ഇങ്ങനത്തെ മകളല്ല വേണ്ടത്. സുധയുടെ അച്ഛനും അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നില്ല. സുധയ്ക്ക് എപ്പോഴും എല്ലാവരിൽ നിന്നും വെറുപ്പാണ് സമ്പാദിക്കാൻ പറ്റിയത്. അങ്ങനെയാണ് വളർന്നത്. എല്ലാ ദിവസവും ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവൾ പറയും, എന്റെ ദൈവമേ, എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്ക്. എന്റെ കാൽമുട്ട് വരെ എനിക്ക് മുടിത്താ, പ്ലീസ് ദൈവമേ, പ്ലീസ്. അങ്ങനെ സുധയും രാധയും വലിയ കുട്ടികളായി. ഇന്ന് സുധേനെ പെണ്ണ് കാണാൻ ആൾക്കാർ വരുന്നുണ്ട്. കണ്ണാടിയുടെ മുമ്പിലിരുന്ന് അവൾ ഒരുങ്ങുകയായിരുന്നു. അവളുടെ തലയിൽ ഇപ്പോഴും മുടി കുറവായിരുന്നു. അവൾ കണ്ണാടിയിൽ നോക്കി ഒരുങ്ങുകയായിരുന്നു. അപ്പോഴേക്ക് അവളുടെ അമ്മ വന്ന് എന്തൊക്കെയോ പറഞ്ഞു. ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പെട്ടെന്ന് ആവട്ടെ, അല്ലെങ്കിൽ ഈ പയ്യൻ ഇവിടുന്ന് അങ്ങ് പോകും. അവിടെ രാധ വന്നു പറഞ്ഞു, എനിക്ക് മനസ്സിലാവാത്തത് എന്നേക്കാൾ മുമ്പ് ഈ ബൂദിനിയുടെ കല്യാണം കഴിപ്പിക്കുന്ന എന്തിനാന്നാ. രാധമോളെ, ഈ ബൂദിനിനെ ഇവിടുന്ന് അയച്ചേ പറ്റൂ. പിന്നീട് ആര് വന്ന് കല്യാണം കഴിക്കാനാ? ആദ്യം ഇവളൊന്ന് തലേന്നൊഴിഞ്ഞു പോട്ടെ, എന്നിട്ട് നിനക്ക് ഏറ്റവും പണക്കാരനും നല്ല ഒരു ബന്ധം ഞാൻ കൊണ്ടുവരും. അമ്മ, എന്തിനാ എന്നോട് നിങ്ങളിങ്ങനെ വെറുപ്പ് കാണിക്കുന്നേ? ഞാൻ നിങ്ങളോടൊക്കെ എന്ത് ദ്രോഹ ചെയ്തേ? നിന്റെ തലയിൽ മുടിയില്ല സുധാ, നിന്നെ കാണാൻ ഒന്നിനും കൊള്ളില്ല.
നീ എന്റെ പെങ്ങളാന്ന് പറയാൻ തന്നെ നാണക്കേടാ. ഥു. സുധ കരയാൻ തുടങ്ങി. അവളുടെ ജീവിതത്തിൽ കരച്ചിൽ മാത്രമായിരുന്നു. അവിനാഷ് എന്നു പറയുന്ന ചെറുക്കൻ അവളെ കാണാൻ വന്നു. ഷമിത പറഞ്ഞ പോലെ രാധ മുറിയിൽ തന്നെ ഇരുന്നു. കാരണം ഷമിത അവളോട് പറഞ്ഞു, മോളെ നീ അകത്ത് തന്നെ ഇരിക്കണേ, ഇല്ലേ സുധയുടെ കല്യാണം ഇപ്രാവശ്യം നടക്കില്ല. എന്തായാലും അവിനാശിന്റെ കൂടെ അവളുടെ കല്യാണം ഉറപ്പിച്ചു. പക്ഷെ അതിന് ഒരുപാട് സ്ത്രീധനം കൊടുക്കേണ്ടി വന്നു. ആ കാര്യവും പറഞ്ഞ് സുധേനെ ഭയങ്കരമായി വിഷമിപ്പിച്ചു. സുധ മനസ്സിൽ തന്നെ വിചാരിച്ചു, സ്വന്തം വീട്ടിലോ സമാധാനം കിട്ടുന്നില്ല, ഭർത്താവിന്റെ വീട്ടിലെങ്കിലും കിട്ടുമെന്ന് കരുതുന്നു. അങ്ങനെ സുധയുടെ കല്യാണം കഴിഞ്ഞു. അവിനാശ് അന്നാണ് ആദ്യമായി രാധേനെ കാണുന്നത് നേരിൽ. അപ്പോഴു തന്നെ അവന് അവളെ ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തുകൊണ്ട് ഇവളെ നേരത്തെ കണ്ടില്ല? എത്ര സുന്ദരിയാണ്, എത്ര നീളമുള്ള മുടിയാണ് ഇവൾക്ക്. ഇവളെങ്ങാനും ഞാൻ നേരത്തെ കണ്ടിരുന്നെങ്കിൽ ഞാൻ ഇവളെ തന്നെ വിവാഹം കഴിക്കുമായിരുന്നുള്ളൂ. കഷ്ടം. ഇനി എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സുധ ഭർത്താവിന്റെ വീട്ടിലെത്തി. സുധ വീട്ടിലെത്തിയപ്പോഴേ തന്നെ വിമല അവൾക്ക് ഒരുപാട് വീട്ടുജോലി കൊടുത്തു. ആദ്യം പോയി പാത്രം കഴുകിയിട്ട് വാ, അതിനുശേഷം ആഹാരം വെക്കണം, പിന്നെ അടിച്ചു വാരുകയും വേണം. മറക്കണ്ട, നിന്നെ ഈ വീട്ടിലെ മരുമകളാക്കിയതേ വീട്ടിലെ ജോലി ചെയ്യാൻ മാത്രമാണ്. ശരിയമ്മ, ഞാൻ മറക്കില്ല. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവൾ ജോലി ചെയ്തു. ഭർത്താവും അമ്മായിയമ്മയും അവളുടെ കുഞ്ഞു മുടിയെക്കുറിച്ച് കളിയാക്കാനും തുടങ്ങി. നിന്റെ തലമുടി എന്റേതിനേക്കാളും ചെറുതാണല്ലോ സുധ. ഇവളൊരു വേലക്കാരി തന്നെയാണ്. അതെ അതെ, ഒരു വേലക്കാരി. അവിനാശ് അവളെ നന്നായി കളിയാക്കി. ഒരു ദിവസം അവൻ രാധയെ കണ്ടു. രാധയ്ക്ക് അവളുടെ നീണ്ട മുടി കാരണം ഭയങ്കര അഹങ്കാരമായിരുന്നു. അവൾ സുന്ദരിയുമായിരുന്നു. അവിനാശിന് അവളോട് പ്രണയം തുടങ്ങി. അവൾക്കും തിരിച്ച് അങ്ങനെ തന്നെ. ഒരു ദിവസം അവിനാശും രാധയും കല്യാണം കഴിച്ചു. രാധ അവിനാശിന്റെ വീട്ടിലെത്തി. ഇത് കണ്ട് സുധയ്ക്ക് ഞെട്ടലായിപ്പോയി. രാധ, നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ പറ്റി? നീ എന്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചു. മിണ്ടാതിരിക്കെ, എന്തുവാ? അവിനാശം നിന്നെ സ്നേഹിക്കുന്ന പോലുമില്ല. അവൻ എന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ. അതെ, ഇതുപോലെ മുടിയില്ലാത്തവരെ ആരാണ് സ്നേഹിക്കുക? എനിക്ക് നീളൻ മുടിയുള്ള പെൺകുട്ടികളാണ് ഇഷ്ടം. സുധ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങി. അടുത്ത ദിവസം അവൾ മാർക്കറ്റിൽ പോയപ്പോ ഒരു വയസ്സൻ സസ്യങ്ങൾ വിൽക്കുന്നു. പച്ചമരുന്നുകൾ വാങ്ങിച്ചോളൂ, മുടി വളരാനുള്ള പച്ചമരുന്നുകൾ വാങ്ങിക്കൂ, വെറും 5 രൂപയ്ക്ക്. മുടി വളർത്തുന്ന സസ്യങ്ങൾ വെറും 5 രൂപയ്ക്ക്? ഞാൻ ഒന്ന് നോക്കട്ടെ. സുധയ്ക്ക് എങ്ങനെയും മുടി വളർത്തണം. അതിനുവേണ്ടി അവൾ എന്തും ചെയ്യും. അവൾ വയസ്സന്റെ കയ്യിൽ നിന്നും അതങ്ങ് വാങ്ങി. അദ്ദേഹം പറഞ്ഞു, ഈ ഔഷധ സസ്യം നന്നായി പൊടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും എണ്ണ പുറത്തു വരും. ആ എണ്ണ ഉറങ്ങുന്നതിനു മുൻപായിട്ട് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ മതി. അതും വാങ്ങി അവൾ നേരെ വീട്ടിലോട്ട് പോയി. രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോ ആ സസ്യങ്ങൾ അവൾ പൊടിച്ച് അതിൽ നിന്നും എണ്ണയെടുത്ത് തലയിൽ പുരട്ടി കിടന്നു. അടുത്ത ദിവസം രാവിലെ എണീറ്റ് നോക്കിയപ്പോ അവളുടെ തലയിലുണ്ടായിരുന്ന ആ മുഴുവനും മുടി പോയി കഴിഞ്ഞിരുന്നു. സുധ ഭയങ്കരമായിട്ട് കരഞ്ഞു. ഇതെന്താ സംഭവിച്ചേ? എന്റെ മുടി മുഴുവൻ പോയല്ലോ, ഇനി ഞാൻ എന്തു ചെയ്യും? സുധ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. ഈ അവസ്ഥ അവിനാശും വിമലയും രാധയും കണ്ടു. ഇതെന്താ, നീ ശരിക്കും ഒരു മൊട്ടച്ചിയായല്ലോ. ഇത് കാണാൻ തന്നെ എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നു. സുധ, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. ഇവിടെ നിന്റെ ഒരാവശ്യമില്ല ഇനി. നീ ഈ വീട്ടിൽ ഇനി നിന്നാൽ കുടുംബത്തിന്റെ പേര് പോകും. എല്ലാരും ചേർന്ന് സുധേനെ വീട്ടിന്റെ പുറത്താക്കി. സുധ കരഞ്ഞുകൊണ്ട് ഒരു കാട്ടിലോട്ട് പോയി. കാട്ടിലൊരു മരത്തിന്റെ അടിയിലിരുന്ന് കരയാനും തുടങ്ങി. ആ മരത്തിലൊരു പക്ഷി ജീവിക്കുന്നുണ്ടായിരുന്നു. സുധ കരയണ കണ്ട് അത് പറഞ്ഞു, നീ എന്തിനാ കരയുന്നത്? സുധ ആ പക്ഷിയോടെല്ലാം പറഞ്ഞു, നീ കരയണ്ട, എല്ലാ മനുഷ്യരും നല്ലതല്ല. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ കാട്ടിൽ ജീവിക്കുന്നേ. ഈ കാട്ടിലെല്ലാം ഉണ്ട്. വലിയ വലിയ രോഗത്തിന്റെ മരുന്നുകൾ വരെയുണ്ട്. ഒരു ഫലമുണ്ട്, അതിനെ പിഴിഞ്ഞതിന്റെ രസമെടുത്ത് തലേ തേച്ചാ നല്ല രീതിയിൽ മുടി വളരും. സത്യാണോ? ആ ഫലം എവിടെ കിട്ടും? ഞാൻ കൊണ്ടുവരാം. ആ പക്ഷി കുറച്ചേരം കഴിഞ്ഞപ്പോ ആ ഫലം എടുത്തു കൊടുത്തു. ആ ഫലത്തിന്റെ രസമെടുത്ത് സുധ തലയിൽ തേച്ചു. അവളുടെ തലയിൽ മുടി കിളുത്തു. മുട്ടിന് താഴെ വരെ ഉണ്ടായിരുന്നു കരുത്തുള്ള കറുത്ത മുടി. സുധ ആഗ്രഹിച്ചതുപോലെ തന്നെ. സുധ പക്ഷിയോട് പറഞ്ഞു, നല്ല പക്ഷി, ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ഈ ഫലത്തിന്റെ രസം വിൽക്കാൻ ആഗ്രഹിക്കുന്നു. മുടിയില്ലാത്ത പെൺകുട്ടികൾക്ക് കൊടുക്കാനാ. എന്നെപ്പോലെ ഇനി ആർക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. സുധ കാട്ടിൽ നിന്ന് ഇറങ്ങി ആ രസം വിൽക്കാൻ തുടങ്ങി. രാധയും അവിനാശും ഇത് കണ്ടു. നീ സുധയല്ലേ? അതെ, എന്താ? അയ്യോ, നിനക്ക് ഇത്ര നീളമുള്ള മുടി എങ്ങനെ ഉണ്ടായി? ഈ ഫലത്തിന്റെ രസമെടുത്ത് തലേ തേച്ചപ്പോ. നിന്നെ കാണാൻ വളരെ സുന്ദരിയായിട്ടുണ്ട്. നീ എന്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോ? ഇതെല്ലാം കണ്ട് കേട്ട് രാധയ്ക്ക് ദേഷ്യം വന്നു. അവൾ ആ കുപ്പിയിലുണ്ടായിരുന്ന രസം മുഴുവൻ തലയിലൊട്ടങ്ങൊഴിച്ചു. പക്ഷെ അതിന്റെ ഫലം തിരിഞ്ഞുപോയി. അവളുടെ തലയിലുണ്ടായിരുന്ന മുടിയൊക്കെ പോയി മൊട്ടച്ചിയായി. ഇതെന്താ സംഭവിച്ചത്? ഞാൻ മൊട്ടച്ചിയായല്ലോ. നന്നായി പോയി. അത്യാഗ്രഹത്തിന് ഇതാ ഫലം.
ചെറുപ്പം തൊട്ടതാ ഇതുവരെ നീ എന്നെ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. ഇപ്പൊ അതിന്റെ വിഷമം മനസ്സിലായോ? ആ പിന്നെ അവിനാഷ്, നിങ്ങളെ പോലത്തെ ആൾക്കാരുടെ കൂടെ ജീവിക്കണ്ട. നീ നിന്റെ ഭാര്യയുടെ കൂടെ തന്നെ ജീവിക്കേ. രാധയുടെ അഹങ്കാരം മണ്ണിലടിഞ്ഞു. അവിനാശിന് മൊട്ടച്ചിയുടെ കൂടെ തന്നെ ജീവിക്കേണ്ടി വന്നു. ആ ഫലത്തിന്റെ രസം വിറ്റ് സുധ നല്ല പണക്കാരിയുമായി. എല്ലായിടത്തും അവളുടെ മുടിയെക്കുറിച്ച് തന്നെ ചർച്ചയായി. അവള് സന്തോഷത്തോടെ തന്നെ ജീവിക്കാനും തുടങ്ങി. Thanks for watching.